ഇവിടെ ഈ പുസ്തക പ്രകാശനത്തിന് വരണമെന്ന് ബിജു മുത്തത്തി ശഠിച്ചപ്പോൾ അതിന് പിന്നിൽ പല കാരണങ്ങളുണ്ടെന്ന് എനിക്കറിയാം. എന്താ കാരണം എന്ന് വെച്ചാൽ ഔദ്യോഗിക ജീവിതത്തിലെ ചില വീഴ്ചകൾക്ക് വേണമെങ്കിൽ ഈ ഒരു പുസ്തക പ്രകാശനം മറയാക്കാൻ കഴിയുമെന്നുള്ള ഉത്തമ ബോധ്യമുള്ള ഒരാൾ കൂടിയാണ് ബിജു മുത്തത്തി. എനിക്ക് ബിജുവിനോടുള്ള ആദരവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറയുന്നത് സാധാരണഗതിയിൽ ക്യാമറയിൽ പകർത്തി ഒന്നോ രണ്ടോ തവണ സംപ്രേഷണം ചെയ്ത് അവസാനിക്കേണ്ട പല ഘടകങ്ങളെയും അദ്ദേഹം പുസ്തകത്താളുകളിലേക്ക് സ്വാംശീകരിച്ച് അതിനൊരു നിത്യായുസ് നൽകുന്ന ഒരു പ്രത്യേക സ്വഭാവം അപൂർവം പത്രക്കാരിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതെല്ലാം വലിയ മാധ്യമ മേഖലയിലെ കുലപതികളാണ്. കുലപതി എന്ന് പറയുമ്പോൾ ലാല് തലയൊന്നുയർത്തി, ലാലും കുലപതി തന്നെ. പക്ഷേ നമ്മളിലുള്ള ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട കാഴ്ചകളും കേട്ട കാഴ്ചകളും പറഞ്ഞ കാഴ്ചകളും ഒരുപക്ഷെ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെക്കാറില്ല. ശ്രീ എൻ പ്രഭാകരൻ തൻ്റെ ആമുഖ വാക്കുകളിൽ പറഞ്ഞതുപോലെ സാധാരണ കാഴ്ചയിൽ ബിജു ഒപ്പിയെടുത്ത അസാധാരണ വ്യക്തിത്വങ്ങളാണ് ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുന്നത്. പെടുന്നതിനുള്ള ഒരു നോട്ടത്തിൽ ആ വ്യക്തികൾക്കൊന്നും സവിശേഷമായിട്ടുള്ള സിദ്ധിയില്ല. പക്ഷേ ഒന്ന് സ്ഫുടം ചെയ്ത് അവരെ അപഗ്രഥിക്കുമ്പോൾ ഒരു അസാധാരണത്വം അവരിൽ ശരിക്കു പറഞ്ഞാൽ കത്തിജ്വലിക്കും. ഇവിടെ ബിജു പരാമർശിക്കുന്ന വ്യക്തികൾ 40 മനുഷ്യരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ 40 മനുഷ്യരിൽ ഒരുപാട് ആൾക്കാരെ എനിക്ക് നേരിട്ട് അറിയാം. അതിൽ ജലമനുഷ്യൻ കുഞ്ഞമ്മ മുതൽ അതുപോലെ തന്നെ ജെമിനി ഗണേശൻ, ജെമിനി ശങ്കരേട്ടൻ മുതൽ അതുപോലെ പുല്ലേരി വാദ്യാർ ഇല്ലത്തിലെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, പുനലൂർ രാജൻ, ഡൽഹിയിലെ പണിക്കേഴ്സ് ട്രാവൽസിൻ്റെ സാരഥിയായിരുന്ന പണിക്കർ ചേട്ടൻ, അങ്ങനെ ഒരുപാട് ആൾക്കാരെ എനിക്ക് അറിയാം. യഥാർത്ഥത്തിൽ ഞാൻ ഈ പുസ്തകത്താളുകളിലൂടെ പോയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഡൽഹിയുടെ പശ്ചാത്തലത്തിലാണ്. ഡൽഹിയിൽ ഇപ്പോൾ വിഷപ്പുകയാണ്. ഞങ്ങൾ സ്മോഗ് എന്ന് പറയും. അത് ഫോഗുമല്ല സ്മോക്കുമല്ല, രണ്ടും കൂടെ കൂട്ടിച്ചേർന്നൊരു സാധനമാണ്. ആ വിഷപ്പുകയിൽ ഒരുപക്ഷെ നല്ലൊരു കാറ്റ് വീശുകയോ ഒരു മഴ പെയ്യുകയോ ചെയ്താൽ ആ വിഷപ്പുക കെട്ടടങ്ങും. അതുപോലെ നമ്മുടെ സമൂഹത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഒരു തിന്മയുടെ പുകപടലങ്ങളെ വകഞ്ഞു മാറ്റി സമൂഹത്തിന് മുമ്പോട്ട് പോകാൻ കഴിയുന്നത് ഇതുപോലുള്ള മനുഷ്യന്മാരുടെ സാന്നിധ്യം കൊണ്ടാണ്. ഈ ഓരോ വ്യക്തിയും തന്നെ ചുറ്റുവട്ടത്ത് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചവരാണ്. പക്ഷേ ആ അത്ഭുതങ്ങളൊന്നും അവർ ആരവമിട്ടുകൊണ്ട് അല്ലെങ്കിൽ അമ്പാരി മുഴക്കിക്കൊണ്ടൊന്നും ആരോയും അറിയിച്ചിരുന്നില്ല. അതൊരു നിശബ്ദതയുടെ ഒരു പ്രയാണമായിരുന്നു. എന്തായാലും ബിജുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ നിശബ്ദമായി ഇതുപോലുള്ള മണികളെ വിളക്കി ചേർക്കുക എന്നുള്ളത്. അപ്പോൾ പുനലൂർ രാജിനെക്കുറിച്ച് അബ്രഹാം മാത്യു പറഞ്ഞു. അദ്ദേഹവുമായിട്ട് നല്ലൊരു ബന്ധം എനിക്കുണ്ടായിരുന്നു. ഡൽഹി വരുമ്പോൾ ഒരുപാട് സമയങ്ങൾ ചെലവഴിച്ചിരുന്നു. അദ്ദേഹം യഥാർത്ഥത്തിൽ പുനലൂർ രാജൻ്റെ ഫ്ലാഷുകളിലൂടെയാണ് കേരളത്തിൻ്റെ ചരിത്രം സമ്പൂർണ്ണമാകുന്നത്. ഒരുപക്ഷെ ആ ഫ്ലാഷ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപാട് വിടവുകൾ നമ്മുടെ സാമൂഹ്യ സാഹിത്യ സാംസ്കാരിക ചരിത്രത്തിൽ ഉണ്ടാകുമായിരുന്നു. എന്നാൽ അദ്ദേഹം ഒരിക്കലും ഈ ഫ്ലാഷിൻ്റെ മുമ്പിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതും ഒരു സത്യമാണ്. ഇങ്ങനെ ഒരുപാട് വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ വായിക്കുകയായിരുന്നു. അതായത് ഹസ്രത് മൊഹാനി, അത് ശരത് ടീച്ചർക്ക് അറിയായിരിക്കും. അദ്ദേഹത്തിൻ്റെ 150ാമത്തെ ജന്മ വാർഷികമാണിപ്പോൾ. അതായത് ഇൻകുലാബ് സിന്ദാബാദ് എന്നുള്ള പദം കോയിൻ ചെയ്തൊരു വ്യക്തി, ഇതുപോലുള്ള സവിശേഷതയുള്ള ഒരു വ്യക്തിയായിരുന്നു. അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വരുമ്പോൾ ഒരു മധ്യവർഗത്തിലെ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ അന്ന് ചെയ്യുന്നത് പോലെ ഒരു മുറുക്കാൻ ചെല്ലവുമായിട്ട് ആ കോളേജിലേക്ക് വരുവാണ്. പിന്നീട് ആ വ്യക്തിയിലുണ്ടായിട്ടുള്ള രൂപാന്തരം, കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനായി ഒരുപക്ഷെ
പൂർണ്ണ സ്വാതന്ത്ര്യം എന്നുള്ളൊരു മുദ്രാവാക്യം ലാഹോർ കോൺഗ്രസിൽ മുഴക്കിയ വ്യക്തി പിന്നീട് മുസ്ലിം ലീഗിലേക്ക് പോകുന്നു. അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക അംഗമാകുന്നു. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ അദ്ദേഹം അംഗത്വം എടുക്കുന്നു. അതിനേക്കാളേറെ ഏറ്റവും രസകരമായ ഒരു കാര്യം, ഉറുദു കവിതകളിലൂടെ അദ്ദേഹം വിഹരിക്കുമ്പോൾ തന്നെ കൃഷ്ണനോടുള്ള ഭക്തി കാരണം ജന്മാഷ്ടമി ദിവസം മധുരയിൽ പോകുന്നു. മെക്ക, മധുര, മോസ്കോ എന്നുള്ള ഒരു ടാഗ് ലൈൻ സൃഷ്ടിച്ചൊരു വ്യക്തി. ഇന്നത്തെ കാലത്ത് ഒരു മുസ്ലിം പണ്ഡിതനായ ഒരു വ്യക്തി മെക്ക, മധുര, മോസ്കോ എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുക? അതിനേക്കാൾ ഒരുപക്ഷെ സുധീർന്ന് അറിയാമായിരിക്കും, ഗുലാം അലി പാടിപ്പെരിപ്പിച്ച ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഗസൽ ചുക്കേ ചുക്കേ രാദ്ദിൻ എന്നുള്ളതിൻ്റെ സൃഷ്ടി. അപ്പോൾ ഇങ്ങനെയുള്ള എത്രയോ വ്യക്തികൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപക്ഷെ സെലിബ്രേറ്റ് ചെയ്യാതെ പോകുന്നു. ഇപ്പം മൊഹാനിയെക്കുറിച്ച് പലർക്കും അറിയാമെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രസക്തി നമുക്ക് ആർക്കും അറിയില്ല. സെൻട്രൽ അസംബ്ലിയിൽ ഭഗത് സിംഗ് ബോംബെറിഞ്ഞ ശേഷം അദ്ദേഹം ആദ്യം വിളിച്ചത് ഇൻഖിലാബ് സിന്ദാബാദ് എന്നുള്ളതാണ്. അപ്പോൾ അതുപോലുള്ള വ്യക്തിത്വങ്ങളെ നമ്മുടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക്, ഒരുപക്ഷെ നമ്മുടെ കാലിക സംഭാഷണ വിഷയങ്ങളിലേക്ക് കണ്ണിയായി ചേർക്കുന്ന ഒരു പുസ്തകമാണ് ബിജു മുത്തത്തി രചിച്ചിരിക്കുന്നത്. ആ പുസ്തകത്തിന് ചിത്രങ്ങൾ കോറിയത് കൈരളിയിലെ തന്നെ കിരൺ ഗോവിന്ദാണ്. അപ്പം ഞാൻ ചന്ദ്രശേഖരനോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത്രയും കഴിവുള്ള ആൾക്കാരുടെ കഴിവൊന്നും ആ സ്ഥാപനത്തിൽ തെളിഞ്ഞു കാണുന്നില്ലല്ലോ എന്നുള്ള ഒരു കാര്യവും കൂടിയാണ്. ഇത് ബിജു മുത്തത്തിക്കും ബാധകമാണെന്ന് ചന്ദ്രശേഖരൻ മുഖഭാവത്തോടുകൂടി എനിക്ക് സന്ദേശം അയക്കുന്നുണ്ട്. എന്തായാലും ഈ പുസ്തക പ്രസാദനം എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള സ്ഫുടം ചെയ്തെടുത്ത നന്മയുടെ മന്ദമാരുതം പോലെ നമ്മുടെ സമൂഹത്ത് തിന്മയുടെ പുകപടലങ്ങളെ വകഞ്ഞു മാറ്റി സമൂഹത്തിന് മുമ്പോട്ട് പോകാനുള്ള നല്ല ചെയ്തികൾ സംഭാവന ചെയ്ത വ്യക്തികളുടെ ആഘോഷമാണ്. ആ ആഘോഷത്തിൽ ഞാൻ കൂടി ഭാഗഭാക്കാവുന്നു. ഔപചാരികമായി ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് പിൻവാങ്ങുന്നു. നന്ദി, നമസ്കാരം.